ഇപ്പൊ ഗണപതിയുടെ പ്രസക്തി എന്തുകൊണ്ടാണ് ആദ്യം നമ്മൾ ഗണപതിയെ നമ്മൾ പൂജിച്ചിട്ട് എല്ലാം തുടങ്ങുകയുള്ളല്ലോ? എന്തുകൊണ്ടാണ്? കാരണം ഗണപതി ഈസ് അവയർനെസ് ഓഫ് കോൺഷ്യസ്നെസ്. അതായത് സമ്പൂർണ്ണമായിട്ട് നിറഞ്ഞു നിൽക്കുന്ന ഈ ശക്തിയുടെ കുറിച്ചുള്ള ബോധമാണ് ഗണപതി. അപ്പൊ അവിടുന്ന് തുടങ്ങാൻ പറ്റും. അതാണ് നമ്മൾ മൂലാധാരത്തില് പ്രളയങ്ങൾ ഉണ്ടാകുന്നു, അല്ലെങ്കിൽ ലോക്ക്ഡൌണുകൾ ഉണ്ടാകുന്നു എന്ന് പറയുന്നത് ഇതിന്റെ ഒരു പിൻബലമായിരിക്കും. അല്ല, യുഗങ്ങൾ മാറുമ്പോൾ ഫ്രീക്വൻസി മാറുന്നുണ്ടല്ലോ. ഇപ്പൊ സത്യുഗത്തിൽ ഫുള്ളി കോൺഷ്യസ് ഫ്രീക്വൻസിയാണ്. നമ്മളിപ്പോ ത്രേതായുഗത്തിൽ വന്നപ്പോഴേക്കും കുറച്ച് മാറ്റം വന്നു. പക്ഷെ ഇപ്പൊ രാവണൻ തന്നെ എടുത്തു നോക്കോ, രാവണൻ ശിവനെ പ്രത്യക്ഷപ്പെടുത്തിയിട്ടുള്ള വ്യക്തിയാണ്. രാവണൻ വില്ലനാകുന്നത് സീതയെ തട്ടിക്കൊണ്ടുപോയപ്പോഴും അതിന്റെ കാരണം തേടി പോകുമ്പോൾ രാവണൻ അവിടെയും ഹീറോ ആണ് എന്നുള്ളതാണ്. അതെ, പക്ഷെ ഇപ്പുറത്ത് എന്തൊക്കെ ക്രിയേറ്റ് ചെയ്തോ അത് മുഴുവൻ അലിഞ്ഞു പോകും. പിന്നീട് റീസൈക്ലിംഗ് ആണ്, പിന്നെ അത് ഫുള്ള് തിരിച്ചു വരണം. വിഗ്രഹാരാധന എന്താണ് സത്യത്തിൽ? ഞാൻ അങ്ങയുടെ യൂട്യൂബ് ചാനലിൽ ഒരു വീഡിയോ കണ്ടതാണ്. വിഗ്രഹാരാധനയുടെ ഒരു കൺസെപ്റ്റ് അതെങ്ങനെയാണ് മനുഷ്യനുമായി കണക്ട് ആവുന്നത്? അതായത് നമുക്ക് ഫസ്റ്റ് കണക്ഷൻ ലോകമായിട്ടുള്ള സെൻസസ് വഴിയാണ്. കണ്ണ്, മൂക്ക്, ചെവി, നാക്ക്, അങ്ങനെയാണല്ലോ. അപ്പോൾ ഒരു ഫസ്റ്റ് ലെവല് ഒരു വ്യക്തി ഏകാഗ്രത ഡെവലപ്പ് ചെയ്യണമെങ്കിൽ ഒരു മാറ്റർ വേണം, എന്തെങ്കിലും ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്യാൻ വേണം. അത് എല്ലാ മതങ്ങൾക്കും അങ്ങനെ ഒരു ഇതുണ്ട്. ഇപ്പൊ ക്രോസ് ഉണ്ടല്ലോ ജീസസിന്, അതേപോലെ ആൾക്കാർ കാബയിൽ കണക്ട് ചെയ്യുന്നുണ്ട്, പലതും കണക്ട് ചെയ്യുന്നുണ്ട്. അതെന്താ കാരണം വെച്ചാൽ ഒരു സ്ഥലത്ത് ഫോക്കസ് ചെയ്യാൻ പറ്റിയാൽ, ശ്രദ്ധിക്കാൻ പറ്റിയാൽ, കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ നമുക്ക് ഒരു മെഡിറ്റേറ്റീവ് സ്റ്റേറ്റിൽ വരാൻ പറ്റുള്ളൂ. ആദ്യത്തെ ലെവലിൽ കോൺസെൻട്രേഷനാണ്, രണ്ടാമത്തെ ലെവലിൽ കണ്ടംപ്ലേഷനാണ്, മനനം. ആദ്യത്തെ നമ്മൾ ശ്രദ്ധിച്ച് ഒരു സ്ഥലത്ത് തന്നെ ഫോക്കസ് ചെയ്തിട്ടാണ് രണ്ടാമത്തെ ലെവലിൽ മനനം വരുന്നത്, ഇത് തന്നെയാണോ അത് എന്നുള്ളത്. മൂന്നാമത്തെ ലെവലിൽ ധ്യാനം വരുന്നുള്ളൂ. അപ്പോൾ ധ്യാനത്തേക്ക് ഒരു ഷോർട്ട് കട്ടില്ല. നമുക്കൊരു ധ്യാന സ്റ്റേറ്റ് തന്നെ വന്നു ചേരാം ചിലപ്പോൾ, പക്ഷേ ഒരു ഒബ്ജക്റ്റിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നതിൽ കൊണ്ട് നമുക്ക് ഗുണമുണ്ട്. പക്ഷേ അതിലൊരു തിരിച്ചറിവ് വേണം. ഇതിൽ ഉപനിഷത്തിലൊരു മന്ത്രം ഉണ്ടല്ലോ, മാപ്പ് തരണം, കാരണം ഞാൻ നിങ്ങളെ ഒരു രൂപത്തിലും ഒരു സ്ഥലത്തും ഒരു നാമത്തിലും ഉൾക്കൊള്ളിക്കാൻ നോക്കി, പക്ഷെ പറ്റിയില്ല. കാരണം നിങ്ങൾ അതിലും വളരെ വലുതാണ്. അതുകൊണ്ട് എനിക്ക് എൻ്റെ തെറ്റ് ക്ഷമിക്കണമെന്ന് ദൈവത്തിനോട് പ്രാർത്ഥിക്കുന്നത്. കാരണം ഒരു ഫോം അല്ല, പക്ഷെ നമുക്കതൊരു ഡെഫിനേഷൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മളൊരു ഫോമാണല്ലോ, അപ്പം നമ്മളൊരു ശരീരമാണ്. ഈ ശരീരത്തിൻ്റെ ഉള്ളിലൊരു ആത്മാവുണ്ട്. ഈ ആത്മാവ് ഇരിക്കുമ്പോൾ നമുക്ക് ജീവനുണ്ട്. ഈ ആത്മാവ് പുറത്തു പോയി കഴിഞ്ഞാൽ മരണമാണ്. അപ്പം ഈ ഒരു ഇതേപോലെ തന്നെ ഒരു രൂപമുണ്ടാക്കി അതിലേക്ക് ഒരു എനർജി ഇൻഡ്യൂസ് ചെയ്യാണ്. അതാണ് ഈ പ്രാണപ്രതിഷ്ഠ. ആ എനർജി ഇൻഡ്യൂസ് ചെയ്യുമ്പോൾ അത് മെയിൻറ്റെയിൻ ചെയ്യാൻ ചില സ്ട്രക്ചർ വേണം. അപ്പം നമ്മളെ മെയിൻറ്റെയിൻ ചെയ്യാൻ വെള്ളം കുടിക്കണം, ഭക്ഷണം കഴിക്കണം, എന്നാലേ നമുക്ക് ശരീരം മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുള്ളൂ. എക്സസൈസും മറ്റുള്ള കാര്യങ്ങളുണ്ട്, എന്തെങ്കിലും ആവട്ടെ. അപ്പോൾ ഈ ഒരു ഇതിൽ നമ്മൾ എനർജി ഇൻഡ്യൂസ് ചെയ്യുമ്പോൾ അതിനാണ് ഈ വിധികളുള്ളത്, പൂജാവിധികൾ, അതിൻ്റെ വർഷിപ്പ് മെത്തേഡ്സ്. അതേപോലെ തന്നെ യന്ത്രങ്ങളുണ്ടല്ലോ. ഇപ്പം നമ്മുടെ ഉള്ളിലൊരു സർക്യൂട്ട് ഉണ്ട്, നാഡികളും നാഡീവ്യൂഹങ്ങളും ഞരമ്പുകളും ഒക്കെ ഉണ്ടല്ലോ. അതിൽ കൂടെയൊക്കെ ബ്ലഡൊക്കെ പോകണോണ്ടാണല്ലോ ഈ ശരീരം നിൽക്കുന്നത്. അതേപോലെ ഈ സർക്യൂട്ടിൻ്റെ ഡെഫിനേഷനാണ് യന്ത്രങ്ങൾ. യന്ത്രം എന്ന് പറഞ്ഞാൽ സർക്യൂട്ടാണ്. ആ യന്ത്രത്തിനെ കൊണ്ട് ഈ രൂപത്തിൻ്റെ എനർജി മൂവ്മെൻറ്റ് എങ്ങനെയാണെന്നുള്ളത് ഈ യന്ത്രങ്ങൾ വഴി മനസ്സിലാക്കാം. അതേപോലെ മന്ത്രങ്ങൾ വൈബ്രേഷനാണ്. മന്ത്രം എന്ന് പറഞ്ഞാൽ ശബ്ദമാണ്, ശബ്ദം വൈബ്രേഷനാണ്. ആ വൈബ്രേഷനിൽ കൂടെ വരുന്നത് ഫ്രീക്വൻസിയാണ്. അപ്പോൾ ഈ രൂപത്തിൻ്റെ ഫ്രീക്വൻസി എന്താണ് എന്നുള്ളത് ഈ ശബ്ദത്തിൽ കൂടെ വരുന്നത്. അതുകൊണ്ടാണ് ഈ ബീജമന്ത്രങ്ങളും മന്ത്രം ചാൻറ്റ് ചെയ്യുമ്പോൾ ഇഫക്റ്റ് വരുന്നുണ്ടല്ലോ. ഇപ്പം നമശിവായ ജപിച്ചു കഴിഞ്ഞാൽ 5 ലക്ഷം പ്രാവശ്യം ജപിച്ച മന്ത്രസിദ്ധി വരുന്ന പറയാം. മന്ത്രസിദ്ധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെല്ലുലർ ലെവലിലേക്ക് ഈ ഫ്രീക്വൻസി എത്തും. നമശിവായ, അതെ, അത് 5 അക്ഷരമാണ്. അപ്പോൾ അത് സെല്ലുലർ ലെവലിൽ നമുക്കിപ്പോൾ 33 ട്രില്യൺ സെൽസ് ഒക്കെ അല്ലേ പറയണേ ആൾക്കാർ. 30 മുക്കോടി എന്ന് പറയുന്നതിന് ഒരു കണക്കുണ്ടത്. അത് പിന്നെ ഇപ്പോൾ 600 ട്രില്യൺ സെൽസ് ആയാലും വിരോധമൊന്നുമില്ല, അതിപ്പോൾ വലിയ വ്യത്യാസമൊന്നുമില്ല. അപ്പോൾ അതല്ല കാര്യം, നമ്മുടെ വിഷയം അതല്ലാത്തതുകൊണ്ട്. അതായത് ഈ സെല്ലുകളെ എങ്ങനെ നമ്മൾ വൈബ്രേറ്റ് ചെയ്ത് നിർത്താം, ആ വൈബ്രേഷനാണ് നമ്മൾ മന്ത്രം ജപിക്കുന്നത്. ജപയോഗം അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ആ മന്ത്രം ഫ്രീക്വൻസിയാണ്. ആ മന്ത്രം ജപിക്കുമ്പോൾ അത് പുറത്തേക്ക് ഇൻവോക്കേഷനായിട്ട് വരും, അതായത് ഉത്തേജിപ്പിക്കൽ, ഇൻവോക്ക് ചെയ്യുക, അത് വരും. അതേപോലെ യന്ത്രങ്ങൾ ആ സർക്യൂട്ട് കറക്റ്റ് ആക്കും. അപ്പോൾ യന്ത്രങ്ങളിൽ ഇപ്പോൾ ശ്രീയന്ത്രം പറഞ്ഞാൽ യൂണിവേഴ്സിൻ്റെ ക്രിയേഷൻ്റെ പാറ്റേൺ ആണ്. അതായത് ക്രിയേഷൻ്റെ പാറ്റേണിൻ്റെ സിംപ്ലിഫൈഡ് രൂപമാണ്, അതായത് ഒരു യന്ത്ര രൂപത്തിലാക്കിയിരിക്കുകയാണ്. അപ്പോൾ അതിൽ ഒരുപാട് ഡീറ്റെയിൽസ് ഉണ്ട്. ആ ഡീറ്റെയിൽസ് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം നമ്മുടെ യൂണിവേഴ്സിൻ്റെ എക്സിസ്റ്റൻസ് എങ്ങനെയാണ്, ക്രിയേറ്റഡ് യൂണിവേഴ്സ്, അതായത് ക്രിയേറ്റഡ് അല്ലാത്ത യൂണിവേഴ്സ് ഉണ്ട്, എനർജി മാത്രമായിരിക്കുന്ന യൂണിവേഴ്സും ഉണ്ട്, എനർജി നമുക്ക് ഈ മാറ്റർ ആയിട്ടുള്ള യൂണിവേഴ്സും ഉണ്ട്. ഞാൻ മാറ്റർ യൂണിവേഴ്സിൻ്റെ പറയണം.
അപ്പോൾ ആ മാറ്റർ യൂണിവേഴ്സിൻ്റെ ഒരു സ്ട്രക്ചർ മനസ്സിലാക്കണമെങ്കിൽ ശ്രീയന്ത്രത്തിൻ്റെ സ്ട്രക്ചർ അറിയാൻ പറ്റും. അപ്പോൾ എല്ലാത്തിനും അതിൻ്റെതായിട്ടുള്ള ഡെഫിനേഷൻ ക്ലിയറാണ്. ഇപ്പം ഗണപതി എടുത്തോളൂ. ഗണപതിയുടെ തുടക്കം തന്നെ എങ്ങനെയാണ്? പിന്നെ പാർവതി ദേവി കുളിക്കാൻ പോകണം. അപ്പോൾ ആരും വന്ന് ബുദ്ധിമുട്ടിക്കാതിരിക്കാൻ, അതായത് ഒരാളും അകത്ത് കയറാതിരിക്കാൻ ഒരാളെ ബോഡി ഗാർഡായിട്ട് വെച്ചു. അത് അവനവൻ തന്നെ ക്രിയേറ്റ് ചെയ്തു. അങ്ങനെയാണല്ലോ, ശരീരത്തിൽ നിന്ന് എടുത്തിട്ട് അങ്ങനെ ഉണ്ടാക്കി വെച്ചു. എന്നിട്ട് കഥ പറയുന്നത് ശിവൻ വന്നപ്പോൾ ശിവനെ അറിയില്ലല്ലോ. അപ്പോൾ പറഞ്ഞു എനിക്ക് അകത്ത് പോകണം, പറഞ്ഞപ്പോൾ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ വഴക്കായി, വെപ്പാണായി, തലവെട്ടി കളഞ്ഞു. തലവെട്ടി കഴിഞ്ഞപ്പോൾ പാർവതി പുറത്ത് വന്ന് നോക്കിയപ്പോൾ അവർ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ആ രൂപത്തിന് തലയില്ല. അപ്പോൾ പറഞ്ഞത് പറ്റില്ല, ശരിയാവില്ല, തല തിരിച്ചു കൊടുക്കാൻ പറഞ്ഞു. അപ്പോൾ ശിവൻ എന്ത് ചെയ്തു? ഒരു ആനയുടെ തല വെട്ടിയെടുത്തിട്ട് വെച്ചു കൊടുത്തു. അപ്പോൾ ഇതിൽ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ ഞാൻ പറയാം. ഒരു വ്യക്തി ഇപ്പം നമുക്ക് 3 ലെവലിൽ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ഒരു ലെവല് പറഞ്ഞാൽ നമ്മൾ പുറത്തുനിന്ന് കിട്ടുന്ന ഇൻഫർമേഷൻ പ്രോസസ്സ് ചെയ്തിട്ട് നമ്മുടേതാക്കുന്നുണ്ട്, ഒരു ലെവല്. രണ്ടാമത്തെ ലെവല് നമ്മൾ ഈ ഇൻഫർമേഷനെ അടുത്ത ലെവലിൽ കൊണ്ടുപോയിട്ട് പിന്നെ നമ്മുടെ ഒരു പ്രൊഡക്റ്റാക്കി മാറ്റുന്നുണ്ട്. അതായത് പുറത്തുനിന്ന് കിട്ടുന്ന ഇൻഫർമേഷൻ അതേപോലെ ചിലപ്പോൾ നമുക്ക് എടുക്കാൻ പറ്റില്ല, അത് നമ്മുടേതായിട്ട് മാറ്റണം. അങ്ങനെ മാറ്റിയിട്ട് അതാണ് യുക്തി ചേർത്തിട്ട് നമ്മുടേതായിട്ട് ക്രിയേഷൻ ഉണ്ട്. ശ്രുതബുദ്ധി എന്ന് പറഞ്ഞാൽ പുറത്തുനിന്ന് കിട്ടി ഹേർഡ് നോളജാണ്, കേൾക്കുന്ന നോളജും അറിയുന്ന നോളജും പുറത്തുനിന്ന് കിട്ടുന്ന നോളജ്. യുക്തബുദ്ധി എന്ന് പറഞ്ഞാൽ നമ്മളത് പ്രോസസ്സ് ചെയ്താക്കുന്നുണ്ട്. ഇതിൻ്റെ മേലെയാണ് അവയർനെസ് എന്ന് പറഞ്ഞാൽ ഇത് ഈ പുറത്തുനിന്നൊന്നും നമ്മൾ റിസീവ് ചെയ്യുന്നില്ല, പിന്നെ ഒന്നും നമ്മൾ മാറ്റം വരുത്തുന്നില്ല, ശ്രുതിയും യുക്തവും ഇല്ല. ബാക്കിയുള്ളത് എന്താ ഉള്ളത്? നമ്മൾ എല്ലാത്തിനെയും കുറിച്ചൊരു അവബോധം ഉണ്ടാവുകയാണ്. അവയർനെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എല്ലാത്തിനെയും കുറിച്ചിട്ട് ഒരു ബോധം ഉണ്ടായിട്ടിരിക്കുകയാണ്. അതാണ് ഈ മെഡിറ്റേറ്റീവ് സ്റ്റേറ്റ്. അങ്ങനെ സ്റ്റേറ്റിലാണ് എല്ലാ ഉപനിഷത്തും വേദങ്ങളും ഒക്കെ വന്നിട്ടുള്ളത്. അതായത് ആ ഒരു സ്റ്റേറ്റ് ഓഫ് സ്റ്റിൽനെസ്, അതായത് നിശ്ചലമായിട്ടിരുന്നിട്ട് എല്ലാത്തിനെയും കുറിച്ചൊരു ബോധം ഉണ്ടാവുന്ന ഒരു അവസ്ഥ. ആ അവസ്ഥ കാണിക്കുക എന്ന് വെച്ചാൽ വലിയ ബുദ്ധിയായിട്ട് കാണിക്കണം, വലിയ തല കാണിക്കണം. അതാണ് ഗണപതി തല വെച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് ഈ ആനയുടെ ഏറ്റവും വലിയ മാമല് നമുക്കറിയാവുന്നത്. അപ്പോൾ പാർവതി ഒരു ബോഡി ഗാർഡിനെ ക്രിയേറ്റ് ചെയ്തു, ശിവൻ അതൊരു ഒരു ഡയറ്റിയാക്കി മാറ്റി, അതായത് ഒരു ലോഡാക്കി മാറ്റി. അതാണ് ലോർഡ് ഗണേശ. അതിന് വ്യക്തമായിട്ടുള്ള ഒരു പർപ്പസ് ഉണ്ട്. അതിൽ ചില കഥകളിൽ കൂടെ അറിയാതെ, അതായത് ഈ അവയർനെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ പിന്നെ നാരദൻ ഒരു ഫലം കൊടുത്തു, ഒരു നല്ല മധുരമുള്ള ഒരു ഫലം കൊടുത്തു, ശിവനും പാർവതി ഇരിക്കുമ്പോൾ കൊടുത്തു. അപ്പോൾ 2 മക്കളെയും വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ ആദ്യം ലോകം ചുറ്റി വരുന്ന വ്യക്തിക്ക് ഞാനിത് തരാമെന്ന് പറഞ്ഞു ശിവൻ. അപ്പോൾ പിന്നെ ഉടനെ തന്നെ മുരുകൻ മയിലിൽ കയറിയിട്ട് പോയി ലോകമൊക്കെ ചുറ്റാൻ പോയി, ക്രിയേറ്റഡ് യൂണിവേഴ്സ് ചുറ്റാൻ പോയി. അപ്പോൾ ഗണപതി എന്ത് ചെയ്തു? ശിവന്റെയും പാർവതിയും ചുറ്റിയും 3 പ്രാവശ്യം നടന്നു, കൈ നീട്ടി കൊടുത്തു. അപ്പോൾ മുരുകൻ തിരിച്ചു വന്നപ്പോഴേക്കും പഴമൊക്കെ തീരാനായി. അപ്പോൾ ഇതിലെന്താ പറയണെന്ന് വെച്ചാൽ ശിവൻ എന്നുള്ളത് ശിവലിംഗം നിർത്തോ, ശിവലിംഗം ഈ അൺക്രിയേറ്റഡ് യൂണിവേഴ്സിന് ഫോമില്ല. അതായത് ക്രിയേറ്റ് ഇപ്പം നമുക്ക് ഭൂമിക്ക് ഒരു ഫോം ഉണ്ട് കൂട്ടുക, അല്ലെങ്കിൽ നമ്മുടെ ഭൂമി അറിയപ്പെടുന്ന ഒരു ഗോളം പോലെ ഉണ്ട്, അതേപോലെ മറ്റുള്ള ഗ്രഹങ്ങളും ഒക്കെ അതേപോലെ. പക്ഷേ പ്യുവർ എനർജി ഏത് ഫോമിൽ കൊണ്ടുവരാൻ പറ്റും? ഒരു ഫോമിലും ഉള്ളിക്കൊള്ളിക്കാൻ പറ്റില്ല. അതിൻ്റെ ഒരു എക്സ്പ്രഷനാണ് ശിവലിംഗം, അല്ലേ? അപ്പൊ ശിവലിംഗത്തിന് അതാണ് എല്ലാ അറ്റോമിക് റിസർവോയേഴ്സും ശിവലിംഗ ഫോർമാറ്റിലാണ്. ഏറ്റവും കൂടുതൽ ഊർജം കണ്ടെയ്ൻ ചെയ്യാൻ പറ്റുന്ന ഒരു രൂപം എന്നുള്ളത് അത് ആ ലെവലിലാണ്. അപ്പോൾ ശിവന്റെയും പാർവതിയുടെയും ചുറ്റും ഇദ്ദേഹം 3 പ്രാവശ്യം നടന്നാൽ ക്രിയേറ്റഡ് യൂണിവേഴ്സും അൺക്രിയേറ്റഡ് യൂണിവേഴ്സും കവർ ചെയ്തു. അല്ല, സിംബോളിക്കാണ്, പക്ഷെ നോക്കൂ അതിന്റെ ശക്തി. അതേപോലെ എന്തുകൊണ്ടാണ് പാർവതി, എന്തിനാണ് ഒരു കോൺസേർട്ട്, എന്തിനാണ് ശക്തി എനർജി? കാരണം നമ്മുടെ ബോഡിയിൽ സ്റ്റിൽ എനർജി മാത്രം പോരാ. സ്റ്റിൽ എനർജി ആകുമ്പോൾ മൂവ്മെന്റ് ഇല്ല. സോഴ്സ് എന്ന് പറഞ്ഞാൽ മൂവ്മെന്റ് ഇല്ല. ശക്തി എന്ന് പറഞ്ഞാൽ മൂവിങ് എനർജിയാണ്. ഈ മൂവിങ് എനർജിയാണ് ഈ പ്രാണ, അപാന, വ്യാന, ഉദാന, കുണ്ടലിനി ശക്തി. ഇതെല്ലാം മൂവിങ് എനർജിയുടെ ഭാവങ്ങളാണ്. ഈ ഭാവങ്ങളില്ലെങ്കിൽ നമുക്ക് ശരീരം ഉണ്ടായിട്ട് കാര്യമില്ല. അപ്പൊ ഈ ലെവലിലുള്ള ക്ലാരിറ്റി നമ്മുടെ സംസ്കാരത്തിലുണ്ട്. ഇപ്പൊ ഗണപതിയുടെ പ്രസക്തി എന്തുകൊണ്ടാണ് ആദ്യം നമ്മൾ ഗണപതിയെ നമ്മൾ പൂജിച്ചിട്ട് എല്ലാം തുടങ്ങുകയുള്ളല്ലോ? എന്തുകൊണ്ടാണ്? കാരണം ഗണപതി ഈസ് അവയർനെസ് ഓഫ് കോൺഷ്യസ്നെസ്. അതായത് സമ്പൂർണ്ണമായിട്ട് നിറഞ്ഞു നിൽക്കുന്ന ഈ ശക്തിയുടെ കുറിച്ചുള്ള ബോധമാണ് ഗണപതി. അപ്പൊ അവിടുന്നേ തുടങ്ങാൻ പറ്റുള്ളൂ. അതാണ് നമ്മൾ മൂലാധാരത്തിൽ ഇരിക്കണു പറയണത്. കാരണം അവിടുന്നേ തുടങ്ങാൻ പറ്റുള്ളൂ. ആദ്യം നമ്മൾ ഓർക്കേണ്ടത് എന്താണ്? ഈ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ഒരു ഭയങ്കര ശക്തി ഉണ്ട്. അതാണ് ഗോഡ് ഫാക്ടർ. ഗോഡ് ഒരു ജെൻഡറായിട്ട് എനിക്ക് കാണാൻ പറ്റില്ല. അതൊരു മനുഷ്യൻ, സ്ത്രീ അല്ല, ഒരു ആണ്, ഒരു പെണ്ണെന്ന് പറയാൻ പറ്റില്ല. അത് ഒരു എനർജിയാണ്.
ഹ്യൂജ് എനർജി സോഴ്സാണ്, അതായത് ഹൈ വോൾട്ടേജ് ആണ്. അപ്പം അതിൻ്റെ പല പല ചെറിയ വശങ്ങൾ നമുക്ക് കാണാം. അങ്ങനെയാണ് ഈ 30 മുക്കോടി ദൈവങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്നത്. അതിപ്പോൾ വെറുതെ എടുത്തു കഴിഞ്ഞാൽ ഇപ്പം നമ്മളെ പോലെ വേറെ ആളില്ലല്ലോ, ഇല്ല, ഇതേ ഫ്രീക്വൻസിയിൽ വേറെ ആളില്ലല്ലോ. ഇല്ല. അപ്പൊ എല്ലാത്തിനും നമുക്ക് ഇനിയും 30 കോടി വേറെ ഉണ്ടാക്കാം നമുക്ക്. അത് നമുക്ക് ഡിറൈവ് ചെയ്യാൻ പറ്റുക വിചാരിക്കുക. ഒരു പീസ് നമ്മുടെ ഈ എനർജിയിൽ നിന്ന് എടുക്കാൻ പറ്റുകയാണ്, അതിന് ഒരു സ്ട്രക്ചർ കൊടുക്കാൻ പറ്റുകയാണ്, അതിന് പേര് കൊടുക്കാൻ പറ്റുകയാണ്, സർക്യൂട്ട് ഡിഫൈൻ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അത് ദൈവമായി. ഉറപ്പായിട്ടും. കാരണം അതിനൊരു ഫ്രീക്വൻസി ഉണ്ട്, അതിന് പിന്നെ നിലനിർത്താൻ അതിൻ്റെ മാതിരി കാര്യങ്ങൾ ചെയ്യണം നിലനിർത്താൻ വേണ്ടിയിട്ട്. അതെന്താണെന്ന് വെച്ചാൽ എല്ലാത്തിനും ഒരു മെയിൻ്റനൻസ് ഉണ്ട്. മെയിൻ്റനൻസിൽ നമ്മുടെ ശരീരത്തിന് ഇടക്കുണ്ട്, കുളിക്കണം, ഭക്ഷണം കഴിക്കണം, അതെല്ലാം മെയിൻ്റനൻസിൻ്റെ ഭാഗമാണ്. അത് മെയിൻറ്റെയിൻ ചെയ്യാൻ അത് വേണം. ഡ്യൂറേഷനും ഉണ്ട്, എല്ലാം ശാശ്വതമല്ല. എന്തെങ്കിലും തുടങ്ങിയോ അത് ഇല്ലാണ്ടാവും. അതുകൊണ്ടാണ് ഈ പ്രളയം വരുമ്പോൾ എല്ലാം തിരിച്ചു പോകും എന്ന് പറയുന്നത്. അതായത് എന്തൊക്കെ ക്രിയേറ്റ് ചെയ്തോ അത് മുഴുവൻ അലിഞ്ഞു പോകും, പിന്നീട് റീസൈക്ലിംഗ് ആണ്, പിന്നെ അത് ഫുള്ള് തിരിച്ചു വരണം. അതുകൊണ്ടാണ് നമ്മൾ യുഗങ്ങളുടെ സ്ട്രക്ചറൊക്കെ പറഞ്ഞിട്ടുള്ളത്. ഈ യുഗങ്ങൾ മാറുമ്പോൾ ഭൂമിയിൽ തന്നെ, പ്രപഞ്ചത്തിൽ തന്നെ പ്രളയങ്ങൾ ഉണ്ടാകുന്നു, അല്ലെങ്കിൽ ലോക്ക്ഡൌണുകൾ ഉണ്ടാകുന്നു എന്ന് പറയുന്നത് ഇതിന്റെ ഒരു പിൻബലമായിരിക്കും. അല്ല, യുഗങ്ങൾ മാറുമ്പോൾ ഫ്രീക്വൻസി മാറുന്നുണ്ടല്ലോ. അപ്പൊ സത്യുഗത്തിൽ ഫുള്ളി കോൺഷ്യസ് ഫ്രീക്വൻസിയാണ്. അതാണ് നമ്മൾ പറയുന്നത് ഗോൾഡൻ ഏജ്, ഫുള്ളി കോൺഷ്യസ്. എല്ലാവരും പൂർണ്ണ ബോധത്തിലാണ്, സമ്പൂർണ്ണ ബോധത്തിലാണ്. അപ്പൊ മെറ്റഫിസിക്കലും ഫിസിക്കലും ആയിട്ടുള്ള ഗ്യാപ്പില്ല, വെറൈറ്റി ഡിഫറൻസ് ഇല്ല. നമ്മളിപ്പോൾ ത്രേതായുഗത്തിൽ വന്നപ്പോഴേക്കും കുറച്ച് മാറ്റം വന്നു. പക്ഷെ ഇപ്പൊ രാവണൻ തന്നെ എടുത്തു നോക്കോ, രാവണൻ തന്നെ ശിവനെ പ്രത്യക്ഷപ്പെടുത്തിയിട്ടുള്ള വ്യക്തിയാണ്. അതെ, നമ്മളൊരു വില്ലനായിട്ട് കാണുന്നു, ഡെമണായിട്ട് കാണുന്നെങ്കിലും അദ്ദേഹം ശിവനെ പ്രത്യക്ഷപ്പെടുത്തി. നമുക്കാണ് വില്ലൻ, ശ്രീലങ്കയിൽ അദ്ദേഹം ഹീറോ ആണ്. ഞാനത് എപ്പോഴും പറയുന്ന ഒന്നാണ്. ഇപ്പം മലയാളത്തിലെ ഏതെങ്കിലും ഒരു സിനിമ എടുക്കൂ, നിങ്ങൾ ആ വില്ലന്റെ ആസ്പെക്ടിൽ തിരിച്ച് ചിന്തിച്ചാൽ അദ്ദേഹം ഹീറോ ആണ്. നമ്മളത് നായകനൊപ്പം നിൽക്കുമ്പോഴാണ്. ശരിയാണ്. ഇപ്പം കേരളത്തിൽ അങ്ങ് ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, കേരളത്തിൽ വലിയൊരു വിവാദം നടക്കുന്നുണ്ട്. ഇപ്പോൾ വേടൻ എന്ന് പറയുന്നൊരു റാപ്പർ, പുള്ളി ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞതാണ്, അയാൾ ഒറിജിൻ ശ്രീലങ്കയാണ്, അമ്മ ശ്രീലങ്കയിൽ നിന്നാണ്. അദ്ദേഹം പറഞ്ഞു 10 തല എന്നൊരു ആൽബം വരുന്നു. അത് കേൾക്കുമ്പോൾ പലർക്കും 10 തല, അദ്ദേഹത്തിന്റെ പുതിയ റാപ്പ് സോങ്ങിന്റെ പേരാണ് 10 തല. രാവണനാണ് ഹീറോ, അദ്ദേഹം ശ്രീലങ്കയിൽ ഹീറോ. അതിനെ തുടർന്ന് ഇവിടെ ഒരു കൂട്ടം ആളുകൾ, ഞാൻ ആരെയും ടാർഗറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ഒരു കൂട്ടം ആളുകൾ ഇതിനെതിരെ വലിയ പ്രക്ഷോഭവുമായി രംഗത്ത് വന്നിട്ടുണ്ട്. നിങ്ങൾ ജീവിക്കുന്നത് ഭാരതത്തിലാണ്, ഇവിടെ രാമനാണ് ഹീറോ, രാവണനല്ല എന്ന തരത്തിൽ. അപ്പോൾ പക്ഷെ അതൊന്നും ഞാൻ പറയട്ടെ, അതിലൊന്നും വലിയ കാര്യമില്ല. ഇപ്പൊ ഈ രാവണന്റെ 10 തലകൾ പറഞ്ഞില്ലേ, ഈ 10 തലകൾ അദ്ദേഹത്തിന് 10 ലെവലിൽ പ്രൊഫിഷ്യൻസിയാണ്. അല്ലാണ്ട് തല എന്ന് പറഞ്ഞാൽ എക്സാക്ട് അദ്ദേഹത്തിന്റെ ഈഗോയിന്റെ ബേസിസ് അദ്ദേഹത്തിന്റെ പ്രൊഫിഷ്യൻസിയാണ്. ഒരു നല്ലൊരു ഗായകൻ, നല്ലൊരു നർത്തകൻ, നല്ല ഭരണാധികാരി, ഞാൻ പറയാം ജനറലി പറയാണ്, നല്ലൊരു യോദ്ധാവ്, നല്ല ഒരു ഭക്തൻ, ഇങ്ങനെ കുറേ കാര്യങ്ങളിൽ അതിൻ്റെ എക്സ്ട്രീം ലെവലിൽ പോകുമ്പോൾ അതൊരു തല പോലെയായി. കാരണം അതിനൊരു ഐഡന്റിറ്റി ആയി. ഞാൻ ചെയ്യുന്ന കാര്യത്തിൽ ഒരു പെർഫെക്ഷൻ ലെവലിൽ വരുമ്പോൾ എനിക്ക് ആ ഐഡന്റിറ്റി ആയി. ഇപ്പോൾ ഒരു ഡോക്ടർ, നല്ല ഡോക്ടർ എന്ന് എങ്ങനെയാ പറയുക, അയാൾ ചെയ്യുന്ന പ്രവൃത്തിയിൽ അയാൾക്ക് അതിൽ പെർഫെക്ഷൻ വരുമ്പോൾ അയാൾ നല്ലൊരു ഡോക്ടറായിട്ട് ആൾക്കാർ പറയും. അതേപോലെ ഒരു വ്യക്തിക്ക് പല ലെവലിൽ പ്രൊഫഷൻസി കൊണ്ടുവരാം. മറ്റ് രാവണൻ വില്ലനാകുന്നത് സീതയെ തട്ടിക്കൊണ്ടുപോയപ്പോഴും അതിന്റെ കാരണം തേടി പോകുമ്പോൾ രാവണൻ അവിടെയും ഹീറോ ആണ് എന്നുള്ളതാണ്. പക്ഷെ ഇപ്പുറത്ത് അദ്ദേഹത്തിന്റെ ധർമ്മം പരിരക്ഷിച്ചേ പറ്റൂ, യുദ്ധം അനിവാര്യമാകുന്നു. അല്ല, അതെന്താ അറിയോ, അത് പല കാര്യത്തിലും നമുക്ക് കഥയുടെ അകത്തൊരു കഥയുണ്ട്, അത് കാണാൻ പറ്റണം.